തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ ജ്ഞാനയോഗത്തിലേക്കാണ് നാം ഇനി കിടക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മണ്ഡലമാണ് ജ്ഞാനമണ്ഡലം. ജ്ഞാനമണ്ഡലത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നൊരു സാധകന് നേടേണ്ടതായിട്ട് യാതൊന്നുമില്ല. ജ്ഞാനിയായി തീർന്നു കഴിഞ്ഞാൽ, ആത്മജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ അയാൾ സാക്ഷാൽ ഈശ്വരനായി തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. നമുക്ക് നോക്കാം. ജ്ഞാനത്തെക്കാളും ധർമ്മമേതും നാട്ടിലുമേയില്ല, ജ്ഞാനത്തിലും മേലെണ്ണാൻ ശാസ്ത്രങ്ങളില്ലയല്ലോ. ജ്ഞാനത്തിനന്യമൊന്നും മുക്തിയെ തരുന്നില്ല, ജ്ഞാനം ലഭിച്ചോൻ മർത്യനായാലും ഈശ്വരനോർത്തുക്കോ. അപ്പോൾ ജ്ഞാനം ലഭിച്ചവൻ ആരാണ്? മർത്യനായാലും ഈശ്വരനോർക്കോ. ഈശ്വരൻ തന്നെയാണ് ജ്ഞാനിയായ മനുഷ്യൻ. ഇനി ജ്ഞാനത്തിൻ്റെ മഹത്വം തിരുമൂലദേവൻ വർണ്ണിക്കുന്നു. നോക്കൂ. ജ്ഞാനത്തെക്കാളും ധർമ്മമേതും നാട്ടിലേതുമേയില്ല. ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ആത്യന്തികമായ മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം ജ്ഞാനിയായിത്തീരുക എന്നുള്ളതാണ്. ജ്ഞാനി തന്നെയാണ് ഈശ്വരൻ. ജ്ഞാനത്തിലും മേലെണ്ണാൻ ശാസ്ത്രങ്ങളില്ലയല്ലോ. എല്ലാ ശാസ്ത്രങ്ങളിലും മേലെയാണ് ജ്ഞാനം. ജ്ഞാനത്തിനന്യമൊന്നും മുക്തിയെ തരുന്നില്ല. ജ്ഞാനമാണ് മനുഷ്യന് മുക്തിയെ നൽകുന്ന സാധന. അപ്പോൾ ഒരു ജ്ഞാനിയായിത്തീർന്നാൽ മാത്രമേ സാധകന് ആത്യന്തികമായ മുക്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചര്യ, ക്രിയ, യോഗം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ എത്തിച്ചേരുന്ന സമുന്നത, അത്യുന്നതമായ ആത്മീയ പദവിയാണ് ജ്ഞാനം. ജ്ഞാനം ലഭിച്ചോൻ മർത്യനെന്നാലും ഈശ്വരനായും തീരും. അപ്പോൾ ജ്ഞാനം ലഭിച്ച മനുഷ്യൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ശബ്ദം പിൻപരന്നുള്ള മാനസം പൊങ്ങി നിൽക്കും ബുദ്ധിയും, ബുദ്ധിയെ പോക്കുന്ന ഒരഹന്തതാനും ചിത്തവും ചിന്തിക്കുന്ന വൃത്തിയും ശബ്ദാതീത സിദ്ധിയും ഒത്തവർക്കാം സന്മാർഗമെന്ന് കാണോ. അപ്പോൾ സന്മാർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏതാ? മാനസവും അത് കഴിഞ്ഞിട്ട് ബുദ്ധിയും അഹന്തയും ചിത്തവും ചിന്തിക്കുന്ന വൃത്തിയുമെല്ലാം കടന്ന് അതിനപ്പുറം ചെന്നാൽ മാത്രമേ ഒരാൾക്ക് ജ്ഞാനിയാകാൻ പറ്റുകയുള്ളൂ. ശബ്ദാതീത സിദ്ധി, ശബ്ദത്തിനും അപ്പുറമുള്ള, നാദത്തിനും അപ്പുറമുള്ള നാദാന്തമാണ് ജ്ഞാനം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ നാദത്തിനും അപ്പുറമുള്ള നാദാന്തമാണ്, അതായത് പ്രണവത്തിന് ശേഷമുള്ള അമാത്രയാകുന്ന മാത്ര, അതാണ് ജ്ഞാനം. ഇങ്ങനെയുള്ള ജ്ഞാനി സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ പദവിയാണ് തിരുമൂലദേവൻ ജ്ഞാനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനത്തിലൂടെ തന്നെ ഒരാൾക്ക് സാക്ഷാത്കാരം നേടാൻ കഴിയും. ഇതുതന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുന്ന 7-ാം അധ്യായം. ഭഗവത്ഗീതയിലെ 7-ാം അധ്യായം നോക്കൂ. 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം എന്നാണ് ഭഗവാൻ അതിന് പേരിട്ട് കൊടുക്കുന്നത്. ഭഗവാൻ വാച നോക്കൂ. ഹേ അർജുന, എന്നിൽ ആസക്ത ചിത്തനായി എന്നെ തന്നെ ആശ്രയിച്ച് യോഗം ശീലിക്കുന്നതായാൽ എപ്രകാരം എന്നെ പൂർണ്ണമായി സംശയം കൂടാതെ നീ അറിയുമോ, അതിനെ കേട്ടുകൊള്ളുക. ആ ജ്ഞാനയോഗത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നോക്കൂ, ഏതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊന്നും അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ. ഈ ജ്ഞാനത്തെ
അനുഭവജ്ഞാനസഹിതം പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. അപ്പോൾ ജ്ഞാനത്തെ പറഞ്ഞു കൊടുക്കുകയില്ല, ജ്ഞാനത്തെ അനുഭവജ്ഞാനമാക്കി മാറ്റിക്കൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഈ ജ്ഞാനം കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. അനേകം മനുഷ്യരുടെയിൽ കഷ്ടിച്ച് ഒരുവൻ പൂർവ്വപുണ്യവശാൽ ആത്മജ്ഞാനസിദ്ധിക്കായിക്കൊണ്ട് പ്രയത്നം ചെയ്യുന്നു. അവരുടെ ഇടയിൽ തന്നെ കഷ്ടിച്ചൊരുവൻ പരമാത്മാവായിരിക്കുന്ന എന്നെ എൻ്റെ പ്രസാദം കൊണ്ട്, എൻ്റെ അരുൾ കൊണ്ട് പരമാർത്ഥമായി അറിയുന്നു. കണ്ടോ? അപ്പോൾ ഈ ലോകത്തിലെ അനേകം കോടി ജനങ്ങളിൽ ഒരുവൻ പൂർവ്വപുണ്യവശാൽ ആത്മജ്ഞാനസിദ്ധിക്കായി ശ്രമിക്കുന്നു. അതിൽ തന്നെ ഒരുവൻ പരമാത്മാവായിരിക്കുന്ന എന്നെ എൻ്റെ പ്രസാദം കൊണ്ട്, എൻ്റെ അരുൾ കൊണ്ട്, എൻ്റെ അനുഗ്രഹം കൊണ്ട് പരമാർത്ഥമായി അറിയുന്നു. അപ്പോൾ എന്നെ അറിയുന്നവൻ സത്യത്തിൽ കോടാനുകൂടി മനുഷ്യരിൽ 1-2 പേര് മാത്രമേ ഉള്ളൂ. അനേകം പേർ അന്വേഷിക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ തന്നെ 1-2 പേരെ ലക്ഷ്യസ്ഥാനത്തെത്തുകയുള്ളൂ. എൻ്റെ പ്രകൃതി തന്നെ ഈ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ 8 വിധമായി വേർതിരിഞ്ഞിരിക്കുന്നു. അല്ലയോ മഹാബാഹോ, മേൽ 8 വിധമായി വിഭജിക്കപ്പെട്ട ഈ പ്രകൃതിയെ അപരാപ്രകൃതിയാണ്. എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമായും ജീവസ്വരൂപമായും ഈ ജഗത്തിനെ ധരിച്ചു കൊണ്ടിരിക്കുന്നതുമായ എൻ്റെ പ്രകൃതിയെ പരാപ്രകൃതി എന്ന് പറയുന്നു. അപരാപ്രകൃതിയെക്കുറിച്ചിട്ടല്ല, പരാപ്രകൃതിയെക്കുറിച്ചിട്ടാണ് നാം അനുഭവജ്ഞാനം നേടേണ്ടത്. പിന്നെ പറയുന്നു, അല്ലയോ അർജുന, എന്നിൽ നിന്ന് അന്യമായി വേറൊന്നുമില്ല. ഇതാണ് പരമമായ ജ്ഞാനം. ഈ ജ്ഞാനം അനുഭവജ്ഞാനമായി മാറണം. അല്ലയോ അർജുന, എന്നിൽ നിന്ന് അന്യമായി വേറൊന്നുമില്ല. നൂൽച്ചരടിൽ കോർത്ത രത്നങ്ങളെന്ന പോലെ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഈ സനാതനമായ സത്യം അറിയുന്നതാണ് ജ്ഞാനം. എന്താണ്? എന്നിൽ നിന്ന് അന്യമായി, ഈശ്വരനിൽ നിന്ന്, പ്രഭുവിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. നൂൽ ചരടിൽ കോർത്ത രത്നങ്ങൾ എന്ന പോലെ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ അർജുന, വെള്ളത്തിനുള്ള രസം ഞാനാകുന്നു, സൂര്യചന്ദ്രന്മാരുള്ള പ്രകാശം ഞാനാകുന്നു, സകല വേദങ്ങളിലുമുള്ള ഓങ്കാരവും ആകാശത്തിലുള്ള ശബ്ദവും പുരുഷന്മാരുള്ള പൗരുഷവും ഞാൻ തന്നെയാകുന്നു. അല്ലയോ ഭരതവർഷ, അല്ലയോ അർജുന, ബലവാന്മാരുടെ കാമരാഗാദികളെ നിയന്ത്രിച്ച് സ്വധർമ്മം അനുഷ്ഠിക്കാനുള്ള സാമർഥ്യവും ഞാനാകുന്നു. ജീവികളിൽ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമുണ്ടാകാത്ത വിധമുള്ള ലൗകിക സുഖ അഭിലാഷവും ഞാനാകുന്നു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ജ്ഞാനി ജീവിതത്തെ വെറുക്കുന്നില്ല, ജീവിതത്തിലെ ആ ഗുണാത്മക വശങ്ങളെ സ്വീകരിക്കുന്നു. ജനനവും ആരംഭവുമില്ലാത്ത സ്വയം ജാതനും ലോകത്തിൻ്റെ ബീജവുമാണ്. അതിൻ്റെ അങ്കരം സൃഷ്ടി സമയത്ത് അന്തമില്ലാത്ത ആകാശത്തോളം വിസ്തൃതിയിൽ വളരുകയും ലോകാവസാനത്തിൽ പവിത്രമായ ഓങ്കാരത്തിൻ്റെ ആ എന്ന 3 അക്ഷരങ്ങളെയും വിഴുങ്ങുകയും ചെയ്യുന്നു. പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം അത് പ്രപഞ്ചത്തിൻ്റെ ആകാരവും പ്രപഞ്ചം അവസാനിക്കുമ്പോൾ അത് നിരാകാരവുമായിത്തീരുന്നു. ദേഹവും ദേഹിയും തമ്മിലുള്ള വിവേചനപരമായ ജ്ഞാനവുമായി ഈ അറിവിനെ യോജിപ്പിക്കുമ്പോൾ അത്യന്തം നിഗൂഢമായ ഈ അറിവിൻ്റെ അർത്ഥവും മൂല്യവും, അല്ലയോ അർജുന, നിനക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ജ്ഞാനേശ്വരി ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനം എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആത്മവിദ്യ. ഇതിനെക്കുറിച്ചിട്ടാണ് ഇനിയും കുറച്ച് ഭാഗങ്ങളിൽ ജ്ഞാനകാണ്ഡത്തിൽ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്.